ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് കായ്പേരിയും ശർക്കര ഉപ്പേരിയുമാണ്. കായ്പേരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കായ ഇതുപോലെ വേണം തൊലി കളഞ്ഞെടുക്കാനായിട്ട്. ചെറുതായിട്ട് വരഞ്ഞിട്ട് തൊലി ഇങ്ങനെ പതുക്കെ നീക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളത് മഞ്ഞൾ വെള്ളത്തിലാണ് അത് തൊലി കളഞ്ഞതിന് ശേഷം കായ ഇടേണ്ടത്. നമ്മൾ കായൊക്കെ തൊലി കളഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ കറ ഉരച്ച് കളയുക. കായ അപ്പം നമ്മൾ നന്നായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഉപ്പേരി എരിയാനായിട്ട് പോകുന്നത്. അധികം തിക്ക് ഉണ്ടാവാനും പാടില്ല, എന്നാൽ കുറച്ച് തിക്ക് വേണം താനും. ഈ തിക്കിലാണ് നമ്മൾ കായ അരിയേണ്ടത്. തമ്മിലൊട്ടാതിരിക്കാൻ കായ നമ്മൾ പേപ്പറിൽ നിരത്തിയിടുക. വെളിച്ചെണ്ണ കായുമ്പോൾ കായ അതിലിടുക. അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കലർത്തിയ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഉപ്പേരി ഇതുപോലെ നല്ല ക്രിസ്പായിരിക്കണം. അപ്പോൾ നമ്മൾ വറുത്ത് കോരുക. നമ്മുടെ കായ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കര വരട്ടിക്കായിട്ട് 1/4 കിലോ ശർക്കര ഉരുക്കി വെച്ചത് അരിച്ചൊഴിക്കുക. കായ നെടുകെ പിളർന്നതിന് ശേഷം ചെരിച്ച് കട്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ വറുത്ത് വെച്ചിരുന്നതാണ്. ശർക്കര പാലി പാകമാകുന്നത് വരെ നമ്മളിങ്ങനെ തുടർച്ചയായി ഇളക്കുക. താലി പാകമായിട്ട് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉപ്പേരി വിളയിക്കാനായിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി എല്ലായിടത്തേക്കും യോജിപ്പിക്കണം. അതിലേക്ക് നമ്മൾ ചുക്കും ജീരകവും ഏലക്കായും പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലായിടേക്കും എത്തണം. നന്നായിട്ട് ഇളക്കണം. പഞ്ചസാര അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം മതി. അപ്പം നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.